ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ പൂരിയുടെ റെസിപ്പി ആയിട്ടൊന്നല്ല കേട്ടോ. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുമ്പോൾ നമ്മുടെ മാവ് ലൂസായി പോകാറുണ്ട് അല്ലേ ചില ടൈമിന്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് ആക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൂരി കിട്ടുന്നതുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നോക്കാം. ഞാനിവിടെ പൂരിക്ക് കുഴച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചധികം തന്നെ വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതിലുള്ള വെള്ളം എങ്ങനെയാണ് ഞാൻ വറ്റിച്ചെടുക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രമാണ് വേണ്ടത്. അത് നമുക്ക് എന്താക്കാം, തീ കുറച്ച് വെച്ചതിന് ശേഷം ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയോടെ തന്നെ ഇളക്കി കൊടുക്കണം. ഒരു 6-7 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മാവിലെ വെള്ളം വറ്റി തുടങ്ങും. ഇപ്പോൾ ഇവിടെ കുറേ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറിയാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പൂരി ഒന്ന് ചുട്ടെടുത്താലോ. ഞാനിവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി എന്താക്കാം, ഓരോ ഉരുളയായിട്ട് അതൊന്ന് പരത്തി കൊടുത്ത് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, പൂരി നന്നായിട്ട് തന്നെ പൊങ്ങി വന്നത് കണ്ടില്ലേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പൂരി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മാവൊക്കെ ഇങ്ങനെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം പൂരി എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എണ്ണ ഒട്ടും തന്നെ കുടിക്കില്ല കേട്ടോ. നിങ്ങൾ എണ്ണ കുടിക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൂരി തന്നെ നിങ്ങൾക്ക് കിട്ടും. പൂരിയുടെ റെസിപ്പി പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഞാൻ വെറും ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഞാൻ പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.